എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ടെക് മല്ലുവിലേക്ക് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ ക്യാമറയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഈ ആക്ഷൻ ക്യാമറയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10,000 രൂപയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ആക്ഷൻ ക്യാമറയാണിത്. അപ്പോൾ ഇതിന്റെ നേറ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 4K ആണ്. അപ്പോൾ 4K 30 FPS ടു ബി പ്രിസൈസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 10,000 രൂപയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ആക്ഷൻ ക്യാമറ എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇതിന്റെ വീഡിയോ ക്വാളിറ്റി, അതുപോലെ തന്നെ ഇതിൽ ഒരു വീഡിയോ സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ വലിയ കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആക്ഷൻ ക്യാമറ വാങ്ങിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഇത് പുറത്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നിങ്ങൾ നടക്കുമ്പോഴും ഓടുമ്പോഴൊക്കെ ഇതിന്റെ വീഡിയോ എടുക്കുകയാണെങ്കിൽ അധികം ഷെയ്ക്കിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി സത്യം പറഞ്ഞാൽ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഒക്കെ വലിയ വലിയ പൈസയ്ക്കുള്ള ആക്ഷൻ ക്യാമറകളാണ് സപ്പോർട്ട് ചെയ്യാറ്. അവിടെയാണ് ഹോക്കൈ എന്ന കമ്പനിയുടെ ഫയർഫ്ലൈ 8SE എന്ന ഈ ക്യാമറ ഷൈൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പോലെ ഹൈ എൻഡ് ആക്ഷൻ ക്യാമറ വിത്ത് ടച്ച് സ്ക്രീൻ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ടച്ച് സ്ക്രീൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറയാണ്. ഇതിന്റെ ഫയർഫ്ലൈ 8S എന്ന ക്യാമറ കഴിഞ്ഞ വർഷം ഇറങ്ങിയിരുന്നു. അപ്പോൾ ഫയർഫ്ലൈ 8S എന്ന ക്യാമറ വളരെ ഫേമസ് ആയിരുന്നു. പക്ഷേ അതിൽ ഒരു ടച്ച് സ്ക്രീൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് കുറച്ചൊന്ന് ബാക്കോട്ടേക്ക് പോയതും. ഇത് വളരെ പൈസയ്ക്ക് വളരെ വലിയ മൂല്യം തരുന്ന ഒരു ക്യാമറയാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ. അപ്പോൾ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഇതിൽ വരുന്നത് സോണിയുടെ IMX117 എന്ന് പറയുന്ന സെൻസറാണ്, ഇമേജ് സെൻസറാണ്. അത് 16 മെഗാ പിക്സൽ വരെയുള്ള ഇമേജസ് അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ വീഡിയോ റെസൊല്യൂഷൻ, മാക്സിമം റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 4K at 30 FPS ആണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ബാറ്ററി ഒരു 1200 mAh ബാറ്ററിയാണ്. അപ്പൊ 1200 mAh ഈ ബാറ്ററി എന്ന് പറയുന്നത് ഡിറ്റാച്ചബിൾ ബാറ്ററിയാണ്. അതായത് അഴിച്ചുമാറ്റി നിങ്ങൾക്ക് വേറൊരു ബാറ്ററി ഇടാൻ സാധിക്കുന്നതാണ്. ഈ 1200 ബാറ്ററി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം 2.5 മണിക്കൂറോളം റെക്കോർഡ് ടൈം തരുന്നതായിരിക്കും. ഇനി ഇപ്പോൾ നമുക്ക് മൈക്രോ SD കാർഡ് ഇതിൽ 128 GB വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വരുന്ന കണക്ഷൻസ് ഒന്ന് നോക്കിക്കളയാം. USB 2.0, HDMI ഔട്ട്പുട്ട്, അതുപോലെ തന്നെ AV, പിന്നെ റിമോട്ട് കൺട്രോൾ 3.0. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം ഇതിന്റെ ആക്സസറീസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ വായിക്കുന്നില്ല, നമുക്ക് തുറന്ന് തന്നെ കാണാം. ഇനി ആപ്ലിക്കേഷൻസും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല അല്ലെ. ഇനിയിപ്പോ ഇവിടെ എന്തൊക്കെയാ എഴുതിയത് നോക്കാം. അപ്പോ 2-inch IPS ടച്ച് സ്ക്രീൻ, റിമോട്ട് കൺട്രോൾ സപ്പോർട്ടഡ്, വീഡിയോ സ്റ്റെബിലൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എക്സ്റ്റേണൽ മൈക്രോഫോൺ, അതുപോലെ തന്നെ വൈഫൈ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ വൈഫൈ, പിന്നെ വാട്ടർ പ്രൂഫ്. അത് ഏകദേശം എല്ലാ ആക്ഷൻ ക്യാമറയും തരുന്ന കാര്യം തന്നെയാണ്. അപ്പൊ നമുക്കിത് പൊളിച്ചെടുക്കാം അല്ലെ. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. പകരം നമുക്ക് പുറത്തുനിന്ന് വരിപ്പിക്കേണ്ട വരുന്ന ഒരു ക്യാമറയാണിത്. പക്ഷെ പുറത്തുനിന്ന് വരിപ്പിക്കുന്നതിൽ നമുക്കൊരു നഷ്ടവും ഇല്ല. 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ക്യാമറ തന്നെയാണിത്. അപ്പോൾ പുറത്തുനിന്ന് വരിപ്പിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ, അതായത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇനിയിപ്പോൾ സ്നാപ്ഡീൽ എന്നീ സൈറ്റുകളിൽ ഈ സാധനം അവൈലബിൾ അല്ല. നിങ്ങൾക്ക് പുറത്തുനിന്ന് തീർച്ചയായും വരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി അധികം നമുക്ക് വൈകിക്കാതെ തന്നെ ഇതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ്സ് ഒന്ന് നോക്കിക്കളയാം. പുറത്തു വെച്ചതിന് ശേഷം നമുക്ക് നോക്കിക്കളയാം അല്ലെ. ഓക്കെ, വളരെ ഹെവി ആയിട്ടുള്ള ബോക്സ് ആണ്, വളരെ വലിയ ബോക്സ് ആണ്. ഓക്കെ അപ്പൊ ഞാൻ തിരിച്ചു പിടിച്ചിട്ടാണ് തുറന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ ഇതാണ് നമ്മുടെ ആക്ഷൻ ക്യാമറ. ഇത് വളരെ ഏകദേശം എല്ലാ ആക്ഷൻ ക്യാമറ പോലെയുണ്ട്. ഞാൻ ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഏകദേശം എല്ലാ ആക്ഷൻ ക്യാമറ ഇതുപോലെ തന്നെയാണ് കാണാൻ. അപ്പൊ നമുക്കിത് ഇവിടെ മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ കിട്ടുന്നത് നോക്കാം. ഓക്കെ, അപ്പോ ഇവിടെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നതിനൊക്കെ കുറിച്ചുള്ള ഒരു മാനുവൽ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് വളരെ നല്ല കാര്യമാണ്. അതായത് അവർ ഒരു എക്സ്റ്റേണൽ മൈക്രോഫോൺ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങളൊരു വ്ളോഗർ ആണെങ്കിൽ, അല്ലെങ്കിൽ പുറത്തു പോയി എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് വളരെ ഉപകാരകരമായിരിക്കും. ഇനി ഇത് കുറച്ച് സ്ട്രാപ്സ് ആണ്, കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട് ഇവിടെ. ഇനി ഇതിന്റെ ബാക്ക് ആണ്. അപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണിത്. ഓക്കെ, ഇതിൽ വരുന്നത് ഇതൊക്കെ എന്തിനാന്ന് എനിക്കറിയില്ല. ഓക്കെ, കുറച്ചുകൂടെ മൗണ്ട്സ് ഉണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇനിയുണ്ട് മൗണ്ട്സ്. ഇത് നമ്മുടെ ബൈസിക്കിൾ മൗണ്ട് ആണ്. നിങ്ങളുടെ ബൈക്കിന്റെയോ അല്ലെങ്കിൽ സൈക്കിളിന്റെയോ മുകളിൽ ഇത് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ,
ഇനി വേറെയും മൗണ്ട്സ് ഉണ്ട് ഇവിടെ. ഇതിന്റെ ചാർജിങ് കേബിൾ ആണത്. വേറെ മൗണ്ട്സ് ഉണ്ട്, ഒരുപാട് മൗണ്ട്സ് ഇതിൽ തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ക്യാമറയുടെ പുറത്ത് ലെൻസിന്റെ മുകളിലേക്ക് പോകാൻ പോകുന്ന സാധനമാണ്. ഓക്കെ, ഒരു ക്ലീനിങ് ക്ലോത്ത് തന്നിട്ടുണ്ട്, ലെൻസ് കവർ തന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് നമ്മുടെ ക്യാമറയുടെ ലെൻസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൽ കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്. ഹോക്കൈയുടെയും ഫയർഫ്ലൈയുടെയും ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതിൽ വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ നമുക്കിത് പുറത്തേക്ക് ഇടുക അല്ലേ. അപ്പോൾ ഇത് ഏകദേശം 20 മീറ്റർ വരെ വെള്ളത്തിന്റെ അടിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ക്യാമറയാണ്. അതിന്റെ വാട്ടർ പ്രൂഫ് കേസിംഗ് ആണ് ഇത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. വളരെ മനോഹരമായ രീതിയിലാണ് ഇത് ഉണ്ടാക്കിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് HDMI, അതായത് മിനി HDMI പോർട്ടുണ്ട്, USB പോർട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ബട്ടൺസ് ഇവിടെ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ഓക്കെ ബട്ടൺ, ഇവിടെയാണ് നമ്മുടെ പവർ ബട്ടൺ. ഇനി ഇവിടെ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു സിൽവർ കളറിന്റെ ഒരു സാധനം തന്നിട്ടുണ്ട്. ഇത് റിഫ്ലക്റ്റീവ് ആണ്. അപ്പൊ ഇതിന്റെ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൽഫി എടുക്കാനൊക്കെ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ. ഓക്കെ, ഇനി ഇവിടെ ഒരു മൗണ്ടിന്റെ ഒരു സ്ഥലം തന്നിട്ടുണ്ട്. നമുക്ക് ബാറ്ററി നോക്കിക്കളാം അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ബാറ്ററി മോഡൽ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ എക്സ്ട്രാ ബാറ്ററി വാങ്ങണമെങ്കിൽ തീർച്ചയായും വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ ഇത് S009R എന്ന മോഡലാണ്. അപ്പോൾ ഇത് 1200 mAh ബാറ്ററിയാണ്. നമുക്കിത് തിരിച്ചതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇടാം. ഓക്കെ, ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു സംഭവം കൂടെ ഉണ്ട്. അതായത് ഞാൻ ഇതിനു വേണ്ടി ഒരു മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഈ സ്ട്രോൺഷിയത്തിന്റെ 64 GB ക്ലാസ് 10 U3 മെമ്മറി കാർഡ്. അപ്പോൾ ഞാൻ ഇതിനു മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ മിഷിയ ഡാഷ് ക്യാമിന്റെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു മെമ്മറി കാർഡ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതും ക്ലാസ് 10 ആണ്, ഇതും ക്ലാസ് 10 ആണ്. പക്ഷെ അതിലും ഇതിലും വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല, U3 എന്ന് എഴുതിയത് കാണാം. ഒരു യുവിന്റെ ഉള്ളിൽ 3 കാണുന്നില്ല, അത് തന്നെ. അപ്പോൾ ബേസിക്കലി ഇത് 4K വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് 4K വീഡിയോസ് നമുക്ക് ഈസിലി വളരെ ഫാസ്റ്റ് ആയി ട്രാൻസ്ഫർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും സാധിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ നമുക്കിത് അഴിച്ചെടുക്കാം. ഓക്കെ, ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, മെമ്മറി കാർഡ് ഇവിടെയാണുള്ളത്. ഇവിടെ താഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, മെമ്മറി കാർഡ് ഇതാ. അതിന്റെ കൂടെ നമുക്കൊരു ഫ്രീ അഡാപ്റ്ററും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ അഡാപ്റ്റർ സ്ട്രോൺഷിയത്തിന്റെ തന്നെ അഡാപ്റ്ററാണ്. ഇവിടെ ഒരു മെമ്മറി കാർഡ് ഉണ്ട്, 64 GB. ഓക്കെ, 64 GB U3 എന്നൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെമ്മറി കാർഡ് സ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ട് അതാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു മെമ്മറി കാർഡ് കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തപ്പോൾ തന്നെ ഒരു നീല കളർ ലൈറ്റ് കത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് നീല കളറായിട്ടാണോ കാണുന്നത് എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഒരു ബ്ലൂ കളർ ലൈറ്റ് ആണ്. ക്യാമറയിൽ ഇത് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് വൈറ്റ് കളർ പോലെയാണ് കാണുന്നത്. അപ്പോൾ മുഴുവനായി ബ്ലൂ കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്ന പോലെ ഇതാണ് നമ്മുടെ സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രീനിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടച്ച് സ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടച്ച് സ്ക്രീനായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഇതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിലുള്ള സംഭവങ്ങളെന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 120 FPS വരെയുള്ളത് ഉണ്ട്, അതായത് ഫുൾ HD യിൽ. പിന്നെ നമ്മൾ 1440 പോവുകയാണെങ്കിൽ 60 FPS വരെ ഉണ്ട്. 2.5K 60 FPS വരെയുണ്ട്. 2.7K 30 FPS വരെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ 4K നോക്കുകയാണെങ്കിൽ 30 FPS വരെയുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഇതിലേക്ക് അധികം പോകുന്നില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഇതിൽ കാണിക്കാനുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇതിൽ ജൈറോ സെൻസർ ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോ ലോ ലൈറ്റ് ഉണ്ട്, ഇനി മോഷൻ ഡിറ്റക്ടർ ഉണ്ട്, അതുപോലെ തന്നെ വീഡിയോ സ്റ്റാമ്പ് ഞാൻ ഓഫ് ചെയ്ത് ലോഗോ വാട്ടർ മാർക്കും ഞാൻ ഓഫ് ചെയ്ത് വെച്ചാണ്.
അപ്പോൾ മൈക്രോഫോൺ വോളിയം, ഇനി അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൽ. ഇനി നമുക്ക് ഇതിലേക്ക് പോകാം, ക്യാമറയിലേക്ക് പോകാം. ക്വിക്ക് ക്യാപ്ചർ, ഡിലേ, TV മോഡ്, ഓക്കെ, ഇമേജ് റൊട്ടേറ്റ്, LCD ബ്രൈറ്റ്നസ്, ഓക്കെ. അപ്പോൾ ബേസിക്കലി ഇതൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കോട്ടേക്ക് പോകാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് അഥവാ ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ആവശ്യമാണ്, അതായത് നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ ക്വാളിറ്റിയും മറ്റും കാണാനും അറിയാനും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. ഇതിന്റെ ഫുൾ റിവ്യൂവും അതായത് വീഡിയോ സാമ്പിൾസുമായി ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത തവണ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത തവണ കാണുന്നവരെ നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ മറക്കരുത്, ഞാൻ പിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി.